Hi all, welcome to Competitive Cracker. ഞാൻ അതുല്യ. ടൈപ്പിസ്റ്റിന്റെ എക്സാം വരികയാണല്ലേ. അപ്പോൾ നമുക്ക് പ്രീവിയസ്ലി വന്ന MS ഓഫീസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. To move one slide to another during a PowerPoint presentation, a special effect called dash is used. അതായത് നമ്മളൊരു പ്രസൻറ്റേഷൻ PowerPoint പ്രസൻറ്റേഷൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ലൈഡ് കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡ് വരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്താണ് ചോദിച്ചത്, സ്പെഷ്യൽ എഫക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ എഫക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? സ്ലൈഡ് ട്രാൻസിഷൻ ആണ് അല്ലേ. സ്ലൈഡ് ആനിമേഷൻ എന്ന് പറയുന്നതുണ്ടോ? ആനിമേഷൻസിൽ നമുക്ക് ആനിമേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിലുള്ള ഓരോ ടെക്സ്റ്റിന് ആ ടെക്സ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൽ ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആനിമേഷൻ കൊടുക്കുക എന്നാണ് അല്ലേ. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ നിന്ന് മാറിയിട്ട് മറ്റൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ലൈഡ് കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡിലേക്ക് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ടൈപ്പിസ്റ്റിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ അധികവും യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. PPT ആണെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും നമ്മൾ എന്തായാലും ഒന്ന് നോക്കിയിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് വായിക്കണം. കാരണം നമ്മൾ എക്സാം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ധൃതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ചിലപ്പം ഒന്ന് ഓടിച്ച് വിടുമ്പം കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ കറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സ്ലൈഡ് ട്രാൻസിഷൻ. മറന്നു പോവില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ MS Excel application, the function is used to count the number of value in the list of arguments. അതായത് നമ്മളൊരു എക്സലിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റ്സിൻ്റെ കൗണ്ട് കാണാൻ ഇതിൽ ഏത് മെത്തേഡാണ്, ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലേ. സം കാണാനും ആവറേജ് കാണാനും മിനിമം കാണാനും മാക്സിമം കാണാനും കൗണ്ട് കാണാനും ഒക്കെ ഒരുപാട് ഫങ്ഷൻസ് എക്സലിലുണ്ട്. അപ്പോൾ നോക്കുക, ഇതിൽ എന്താണ് ഒരുപാട് കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൗണ്ട് ആണ്. വെറും കൗണ്ട് മാത്രമേ നമുക്കുള്ളൂ. സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻസ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് റൈറ്റ് സൈഡിൽ തന്നെ വരും. ചെയ്ത ആൾക്കാരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. കൗണ്ട് മാത്രമാണ്. കൗണ്ട് ഈഫ് അല്ല. കൗണ്ട് എ എന്ന് പറയുന്നത് നമ്മൾ അധികം കാണാത്തതാണ്. അതുപോലെ തന്നെ കൗണ്ട് ബ്ലാക്കും ഇല്ല. കൗണ്ട് ഈഫ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ കൗണ്ട് ഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷനും കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ള കൗണ്ടാണ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് വാല്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മൾ ക്ലിയർ ആയിട്ട് വായിക്കണം. ചില കേസിൽ ഈഫ് കണ്ടീഷൻ കൊടുക്കുന്ന കേസുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ പറയുകയാണ് ആവറേജ് മാർക്കുള്ള ആൾക്കാരുടെ കൗണ്ട് മാത്രം, അവിടെ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൗണ്ട് ഈഫ് യൂസ് ചെയ്യും. പക്ഷെ നമുക്ക് എത്ര ആർഗ്യുമെന്റ് ഉണ്ട് എന്നാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ അവിടെ എന്താണ് കൊടുക്കുക? വെറും കൗണ്ട് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയാണ്, ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം. സമയം ഒക്കെ നോക്കുകയും വേണം. പക്ഷേ ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു ശ്രദ്ധ നമ്മൾ മാറാൻ പാടില്ല. അത് നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകൾ അതുപോലെ തന്നെ എക്സാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ MS വേർഡത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം നമ്മൾ PPT പറഞ്ഞു, അതുപോലെ തന്നെ എക്സൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ വേർഡിൽ, ഇത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതാണ് ഷോർട്ട് കട്ട് കീസ് അല്ലേ. അപ്പോൾ Ctrl A മുതൽ Ctrl Z വരെ ഏതൊക്കെയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? Ctrl V യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ്. നമ്മൾ സ്ഥിരമായിട്ട് വേർഡൊക്കെ യൂസ് ചെയ്യുന്നത്, വേർഡ് യൂസ് ചെയ്യാത്ത ഒരുവിധം ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. വേർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? Ctrl C, Ctrl X, Ctrl V അല്ലേ. പിന്നെ Ctrl P യും. അപ്പോൾ ഇതിൽ നോക്കുക, Ctrl V ആണ് ചോദിച്ചിട്ടുള്ളത്. കട്ട് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? Ctrl X ആണ് അല്ലേ. കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് Ctrl X ആണ്. കോപ്പി ചെയ്യാനോ? കോപ്പി ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് Ctrl+C ആണ് അല്ലേ. കോപ്പി ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് Ctrl C ആണ്. ഓക്കെ, അപ്പോൾ പേസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? Ctrl V യൂസ് ചെയ്യുന്നത്. Ctrl V എന്ന് പറയുമ്പോൾ പേസ്റ്റ്. അപ്പം നമ്മൾ കോപ്പി ചെയ്യുന്ന ഒന്നാണെങ്കിൽ അത് പേസ്റ്റ് ചെയ്യാൻ നമ്മൾ Ctrl V യൂസ് ചെയ്യും. Ctrl C അടിച്ചിട്ട് ദെൻ നമ്മൾ നെക്സ്റ്റ് പേജിൽ പോയിട്ട് Ctrl V അടിക്കുമ്പോഴാണ്
നമുക്ക് അവിടെ പേസ്റ്റ് ആയി വരുന്നത്. ഇനി ഡിലീറ്റ് ആണെങ്കിലോ കൺട്രോൾ ഡി അല്ലേ, ഡിലീറ്റ് ആണെങ്കിൽ കൺട്രോൾ ഡി. ഓക്കെ, അപ്പം ഇത്രയും ഷോർട്ട് കട്ട് കീസ്, അത് ഓൾട്ടിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട്, കൺട്രോളിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട്, അതുപോലെ തന്നെ കൺട്രോളും ഷിഫ്റ്റും യൂസ് ചെയ്തിട്ടുള്ളതുണ്ട്, ഒരുപാട് ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കിയിരിക്കണം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, നമ്മൾ അധികം അപ്ലൈ ചെയ്യുന്നതാണ് ഈ കൺട്രോൾ സി, കൺട്രോൾ എക്സ്, കൺട്രോൾ വി എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യാത്ത കുറച്ച് എന്താ പറയുക ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പം നമ്മൾ എല്ലാ ഷോർട്ട് കട്ട് കീസും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഇല്ലുസ്ട്രേറ്റ് ദ കമ്പാരിസൺ എമംഗ് ഇൻഡിവിജ്വൽ ഐറ്റംസ് ഇൻ MS Excel. എക്സലിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ട് എന്താ പറയുക ഇൻഡിവിജ്വൽ ഐറ്റംസിനെയാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. ഒരുപാട് ചാർട്ടുകൾ ഉണ്ട് അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻസേർട്ടിൽ തന്നെ നമുക്ക് ചാർട്ടുകൾ ഒരുപാടുണ്ട്. ഏതൊക്കെ ചാർട്ടാ? ബാർ ചാർട്ട്. ബാർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബാർ ഇട്ട് വരുന്നതിനാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിള്. പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ സർക്കിളിൽ നമ്മളെ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ചാർട്ടിനെയാണ് നമ്മൾ പൈ ചാർട്ട് എന്ന് പറയാം. ഡോണറ്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോണറ്റ് പോലെ അപ്ലൈ ചെയ്യുന്ന ചാർട്ടുകൾ, അതാണ് ഡോണറ്റ് ചാർട്ട്. ദെൻ ലൈൻ ചാർട്ട് ഉണ്ട് അല്ലേ. ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓരോന്നിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന ചാർട്ടുകളെയാണ് നമ്മൾ ലൈൻ ചാർട്ട് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഏതാണ് ഇതിൽ കമ്പാരിസൺ എമംഗ് ഇൻഡിവിജ്വൽ ഐറ്റംസ്, രണ്ട് ഇൻഡിവിജ്വൽ ഐറ്റംസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചാർട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. രണ്ട് കമ്പയർ ചെയ്യാൻ ഏത് ചാർട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കമ്പയർ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അധികവും എന്താണ്? ബാർ ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അതാണ് നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റുക. ഇതെന്ന് പറയുന്ന സമയത്ത് നമുക്ക് കമ്പാരിസൺ പോസിബിൾ അല്ല, കാരണം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് മൂന്നും ബാക്കിയുള്ള മൂന്നെന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പറ്റില്ല മീൻസ് നമുക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവില്ല. ഇതാകുമ്പോൾ നമുക്ക് എന്താണ്? ബാർ ചാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്, ഒരു കമ്പാരിസൺ സ്ട്രക്ചർ ആണ് വരുന്നത്. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? എന്താണ്? ബാർ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ചാർട്ടുകൾ ഉണ്ട് എന്നുള്ളത് നോക്കണം. ചാർട്ടുകൾ ഓരോന്നും എങ്ങനെയാണ്, അതിൻ്റെ എന്താ പറയുക സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കി വെക്കണം. ക്ലിയർ? അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ പോയിന്റും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ പഠിക്കണം. ഓരോ പോയിന്റിലും എന്തൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് തന്നെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതും നമ്മളൊരു ഷോർട്ട് കട്ട് കീ ആണ് അല്ലേ. ചൂസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ ഇൻസേർട്ടിങ് എ ഹൈപ്പർ ലിങ്ക് ഇൻ എ സ്ലൈഡ്. ഒരു സ്ലൈഡിൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കിതിൽ ഓരോ ഷോർട്ട് കട്ട് കീയും എന്തിനാണെന്ന് നോക്കാം. കൺട്രോൾ കെ എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പവർ പോയിന്റിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സ്ലൈഡ് എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? പവർ പോയിന്റിൽ വരുന്നതാണ്. അപ്പോൾ സ്ലൈഡിൽ പുതിയൊരു ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരു ആ ഒരു വേർഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു പേജിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ലൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൈപ്പർ ലിങ്ക് എങ്ങനെ കൊടുക്കും? ഇപ്പോൾ കൺട്രോൾ കെ അടിക്കുന്ന സമയത്ത് ഹൈപ്പർ ലിങ്ക് കൊടുക്കാനുള്ളൊരു വിൻഡോ ആണ് വരിക. അവിടെ നമ്മൾ ഏത് ലിങ്കിലേക്കാണ് പോവേണ്ടത് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി കൺട്രോൾ എച്ച് എന്തിനാണ്? കൺട്രോൾ എച്ച് എന്ന് പറയുന്നത് ഫൈൻഡ് ആൻഡ് റീപ്ലേസിൽ വരുന്നതാണ് കൺട്രോൾ എച്ച്. ഓക്കെ, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ് കൺട്രോൾ എച്ച് വരുന്നത്. പിന്നെ കൺട്രോൾ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ. കൺട്രോൾ എ എന്ന് പറയുന്നത് സെലക്ട് ഓൾ ആണ് അല്ലേ. കൺട്രോൾ എ എന്ന് പറയുന്നത് സെലക്ട് ഓൾ ആണ്. ദെൻ കൺട്രോൾ ഒ എന്ന് പറയുന്നതോ ഓപ്പൺ അല്ലേ. ഓപ്പൺ എന്ന് പറയുന്നത് അതായത് ഫയൽ ഓപ്പൺ ചെയ്ത് വരുന്നതിനെയാണ് കൺട്രോൾ ഒ എന്ന് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ കൺട്രോൾ ഓൾട്ട് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് PPTയിൽ പഠിക്കണം, എക്സലിൽ പഠിക്കണം, അതുപോലെ തന്നെ വേർഡിലും എല്ലാ ഷോർട്ട് കട്ട് കീസും നിങ്ങൾക്ക് തറവായിരിക്കണം. ഷോർട്ട് കട്ട് കീ ഇല്ലാത്ത ഒരു എക്സാം പോലും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. സോ എന്തായാലും ഷോർട്ട് കട്ട് കീസ് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഫംഗ്ഷൻ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ MS Excel ആപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞ ഒരുപാട് ഫംഗ്ഷൻസ് എക്സൽ ഉണ്ട് അല്ലേ. നമുക്ക് സമ്മ് കാണാനും നമ്മുടെ ഓരോ ഫംഗ്ഷനാലിറ്റീസും എക്സൽ എന്ന് പറയുന്നത് എന്താ? ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഡാറ്റേൻ്റെ എല്ലാ മാനിപ്പുലേഷൻ ഓപ്പറേഷൻസും ഇവിടെ ഉണ്ട്, എക്സലിലുണ്ട്. അപ്പോൾ ഇതിൽ എക്സൽ ഇല്ലാത്ത ഒരു ഓപ്പറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സമ്മ്, ആവറേജ്, മാക്സിമം, ഇന്ന്. കേൾക്കും കാണുമ്പോൾ എന്താണ്? എല്ലാം ഉണ്ട്. ആവറേജ് കാണാനുള്ളതുണ്ട്, സമ്മ് കാണാനുള്ളതുണ്ട്, മിനിമം കാണാനുള്ളതുണ്ട്, മാക്സ് കാണാനുള്ളത്. പിന്നെ ഏതായിരിക്കും ഇതിൽ എന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ വന്നേക്കാം അല്ലേ. പക്ഷേ ഇവിടെ നോക്കൂ, ഈ AVG എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഏതിലില്ല? എക്സലിലില്ല. AVGക്ക് പകരം
കറക്റ്റ് ആയിട്ട് ഏവറേജ് എന്ന് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എക്സെല്ലിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, AVG എന്ന് പറഞ്ഞിട്ട് എക്സെല്ലിൽ ഇല്ല. സം ഉണ്ട്, മാക്സ് ഉണ്ട്, മിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക തന്നെ വേണം. അത് നിങ്ങൾ തറോ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, then which command is used to insert a hyperlink in MS Word application? നമ്മൾ PPT-യിൽ പറഞ്ഞു, ഷോർട്ട് കട്ട് കീ പറഞ്ഞു അല്ലേ, ഒരു ഹൈപ്പർലിങ്ക്. ഹൈപ്പർലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകണം, അല്ലെങ്കിൽ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ എവിടേക്കെങ്കിലും പോകണം. ഇതിനാണ് ഹൈപ്പർലിങ്ക് എന്ന് പറയാം. അപ്പോൾ ഈ ലിങ്ക് കൊടുക്കുന്നതിൻ്റെ വേർഡിൽ, MS വേർഡിൽ നമ്മൾ എവിടെയാണ് ലിങ്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻസേർട്ട് ഹൈപ്പർലിങ്ക് ആണ്. ഇൻസേർട്ടിൽ നമുക്ക് ഒരു വേൾഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗോളം കാണാം. അവിടെയാണ് നമ്മൾ വെബിൻ്റെ ഹൈപ്പർ ലിങ്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇൻസേർട്ടിലാണ് ഹൈപ്പർ ലിങ്ക് ഉള്ളത്. ക്ലിയർ? ബാക്കി ഡിസൈനിലും എഡിറ്റിലും വ്യൂവിലും ഒന്നും അല്ല. അപ്പം MS വേർഡിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോന്നും, അതായത് എക്സൽ ആയിക്കോട്ടെ, പവർ പോയിന്റ് ആയിക്കോട്ടെ, വേർഡ് ആയിക്കോട്ടെ, എല്ലാ ഓപ്ഷൻസും എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓരോ നമ്മൾ ഷോർട്ട് കട്ട് കീസ് ഒക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ ഷോർട്ട് കട്ട് കീസ് ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് തന്നെയാണോ വരുന്നത്, നമ്മൾ പഠിക്കുന്നത് തന്നെയാണോ അപ്ലൈ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇതിന് നിങ്ങൾ കൂടുതലായിട്ട് ടൈപ്പിസ്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയം തന്നെയാണിത്. നമുക്ക് എക്സാം വരാനായില്ലേ, ഇനി അധികം സമയമൊന്നുമില്ല. അപ്പം നമ്മൾ നന്നായിട്ട് പഠിക്കുക തന്നെ വേണം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ അത്ര ഒരു കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല നമ്മളൊരു ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇതായിരുന്നു അല്ലെങ്കിൽ ഇതാണോ, നമുക്ക് അങ്ങനെ നല്ല കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിലിരുന്ന് പഠിക്കുക, നല്ലൊരു മെൻറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓർമ്മയെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ നന്നായി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻറ്ററിൻ്റെ അതുപോലെ തന്നെ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യം അനിവാര്യം തന്നെയാണ് അല്ലേ. ഇപ്പോൾ CC കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈപ്പിസ്റ്റിന് വേണ്ടി മാത്രം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. CCയെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് ടൈപ്പിസ്റ്റ് ആയിക്കോട്ടെ നമ്മൾ എന്തുണ്ട്, ബാച്ച്, ഓരോ ടൈപ്പിസ്റ്റിനും സെപ്പറേറ്റ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പുതിയ ബാച്ചാണ്. ഞങ്ങളുടെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, എന്തൊക്കെയാണ്? ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാനും ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ സ്കിപ്പ് ആവും അല്ലേ, മടി പിടിച്ചിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ് ആയിരിക്കും. അതായത് ഓരോന്നിലും നമുക്ക് ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, ഇപ്പോൾ വേർഡ് ആയിക്കോട്ടെ, വേർഡിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ്, നമ്മൾ എക്സാമുകൾ എഴുതി മാത്രമേ നമ്മൾ ക്വസ്റ്റ്യനുമായിട്ടൊരു കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം വീക്ക്ലി എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ കിട്ടും. അപ്പം മെൻറ്ററുമായിട്ട് അതുപോലെ തന്നെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ PDF നോട്ടുകൾ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടുകൾ എല്ലാവർക്കും എല്ലാ സമയത്തും ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് കിട്ടും. അതുപോലെ തന്നെ നോട്ടുകൾ കിട്ടും. ആ നോട്ടുകൾ നോക്കി പഠിക്കുമ്പോൾ തന്നെ അവർക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ എക്സാം വരെയുള്ള ആ ഒരു ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ള രീതിയിൽ ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പം എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സീരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാർ തീർച്ചയായും ജോയിൻ ചെയ്യണം. കാരണം ഇനി നമുക്ക് ഒരുപാട് സമയമില്ല പഠിക്കാൻ. നമ്മൾ വിചാരിക്കും ഓക്കെ ടൈപ്പിസ്റ്റ് ആണ്, ഇതൊക്കെ ഞാൻ കണ്ട് പരിചയമുള്ളതാണ്, അല്ലെങ്കിൽ വേർഡ് എനിക്ക് അറിയാം, ഞാൻ എക്സൽ യൂസ് ചെയ്യുന്നതാണ്, PPT ഞാൻ യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം നമ്മളൊരു എക്സാം, നമ്മൾ വെറുതെ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കൂ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് നമ്മൾ ഫുൾ കൺഫ്യൂഷൻ വരുന്ന ഒരു ഫീൽഡ് കൂടിയാണ് ഇത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുക തന്നെ വേണം. അതും നല്ല രീതിയിൽ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വൃത്തിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ജോയിൻ ചെയ്യുക എല്ലാവരും. ഓക്കെ, ഇതുപോലെ പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക് യു.